ചിത്ര ഓഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 2 ചാനൽ ആംപ്ലിഫയർ ബോർഡാണ്. ഇത് ചിത്ര ഓഡിയോസിൻ്റെ തന്നെ ബോർഡാണ്. നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ പ്രിൻ്റ് ചെയ്ത് നമ്മൾ കമ്പോണൻസ് ഇട്ട ബോർഡാണ്. ഇതിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 200+200 2 ചാനലുള്ള ഒരു ആംപ്ലിഫയർ ബോർഡ്. ഇതിൽ ബാസ് ട്രബിൾ ഇല്ല, പവർ സപ്ലൈ ഉണ്ട്, ഫാനിൻ്റെ കണക്ഷൻ ഉണ്ട്, USB ക്കുള്ള കണക്ഷൻ ഉണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് ഈ ബോർഡിനെ കുറിച്ച് ബേസിക് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഓപാമ്പ് TL072 IC ആണ്. ആ ഒരു IC വെച്ചാണ് 2 ചാനലും നമ്മൾ ഓപാമ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ 5200 രണ്ടെണ്ണം, 1843 രണ്ടെണ്ണം, അതുപോലെ അതങ്ങനെ ഒരു പേര്, അടുത്തതും അതേപോലെ തന്നെ അടുത്ത പേര്. പിന്നെ ഡ്രൈവർ ട്രാൻസിസ്റ്റർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് TIP41ഉം TIP42 ആണ്. കാണാമല്ലോ, TIP41, 42 ആണ് ഡ്രൈവർ ട്രാൻസിസ്റ്റർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു നല്ലൊരു ഗെയിൻ ഉള്ളൊരു ബോർഡാണ്. ഗെയിൻ്റെ 2 റെസിസ്റ്റൻസ് ആണ് ഈ കിടക്കുന്നത്. ഇത് നമ്മൾ ഗെയിനിന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അത്യാവശ്യം ഒരു ഗെയിൻ അഡ്ജസ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസ് മാറ്റിക്കഴിഞ്ഞാൽ മാനുവലായിട്ട് നമുക്കത് മാറ്റാൻ പറ്റും. പിന്നെ ഇതാണ് അതിൻ്റെ ഓപാമ്പ് സെക്ഷൻ, ഡ്രൈവർ സെക്ഷൻ, പ്രൈമറി സെക്ഷൻ. പ്രൈമറി ഈ TL072 ഉപയോഗിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതിന് +15 -15 സപ്ലൈ ആവശ്യമാണ്. അതിൻ്റെ 2 ചാനൽ ഡയോഡാണ് ഈ കിടക്കുന്നത്. ഇവിടെ ഒരു +15 സപ്ലൈ നമ്മൾ അഡീഷണൽ ഇട്ടിരിക്കുന്നത് നമ്മൾ ഈ ബാസ് ട്രബിൾ ബോർഡൊക്കെ ഇല്ലേ, സിംഗിൾ സപ്ലൈ വർക്ക് ചെയ്യുന്നത്, അതിനൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ സപ്ലൈ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അതുപോലെ മൈനസ് സപ്ലൈ ഉണ്ട്, മൈനസ് സപ്ലൈ വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഈ പ്ലസ് സപ്ലൈ മാത്രം നമ്മൾ ഇങ്ങനെ ഒരു കണക്ടർ അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സൈഡ് സ്പീക്കർ ലൈൻ ഇത്, മറു സൈഡ് ഇത് ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. പിന്നെ ഓരോ ട്രാൻസിസ്റ്ററിലേക്കുള്ള ഫ്യൂസ് ഹോൾഡ് റെസിസ്റ്റൻസ് ആണ് ഈ കാണുന്നത്. 0.22 റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അവിടെ ബോക്സ് 5 വാട്ട് റെസിസ്റ്റൻസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനുള്ള ഒരു പ്രിന്റ് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതായത് 5 വാട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതുണ്ട്, ഒരു സ്ക്വയർ വരച്ചിട്ടിരിക്കുന്നുണ്ടോ, ഇതിനകത്ത് 5 വാട്ടിനുള്ള ഫുൾ പ്രിന്റ് ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെയാണ് അത്. പിന്നെ ഈ 2 15K റെസിസ്റ്റൻസ് ഇതിനുള്ള ബയസ് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്. അങ്ങനെയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയുകയാണ്. ഇതൊരു കോമൺ സർക്യൂട്ട് ആണ്. നമ്മളിത് ഇതിനു മുമ്പ് വേറൊരു ബോർഡ് ചെയ്തിട്ടുണ്ട്. നല്ല വർക്കിംഗ് ആണ്. ഒരു 35 ഒരു 10 ആംപിയർ, 10 ആംപിയറിൽ ഒരു 7 ആംപിയർ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല വർക്കിംഗ് കിട്ടും. ഒരു 300 വാട്ട്സ്, 150 ഉറപ്പായിട്ടും കിട്ടും. 200 കിട്ടണമെന്നുണ്ടെങ്കിൽ 10 ആംപിയർ കൊടുക്കേണ്ടി വരുമായിരിക്കും. ഇവിടെ ഈ 18 എന്നാണ് നമ്മൾ വോൾട്ട് എഴുതിയിരിക്കുന്നത്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 മുതൽ ഈ സാധനം വർക്ക് ചെയ്യും. ആ സപ്ലൈ മുതൽ ഒരു 40 അല്ല 42 അങ്ങനെ അത്രയും റേഞ്ചിൽ ഇത് വർക്ക് ചെയ്യും. അങ്ങനെ റേഞ്ചിലുള്ള IC ട്രാൻസിസ്റ്റർ എല്ലാമാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. TIP41, 42 അറിയാമല്ലോ, ഒരു 60 വോൾട്ട് മേളിൽ സ്വിച്ചിങ് നടക്കുന്ന ട്രാൻസിസ്റ്റർ. അതുപോലെ കപ്പാസിറ്റർ ആണെങ്കിലും 50 വോൾട്ട് കപ്പാസിറ്ററാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വോൾട്ട് കൂടി കൊടുക്കുവാണെങ്കിൽ 63ൻ്റെ കപ്പാസിറ്റർ ഉപയോഗിക്കേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ 2200ൻ്റെ 4 കപ്പാസിറ്റർ ആയിരുന്നു നിലവിൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കമ്പോണൻറ്റ് സൈഡ്. ഇനി നമുക്ക് ഇതിൻ്റെ PCB സൈഡ്, പ്രിൻ്റ് സൈഡ് ഒന്ന് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ പ്രിൻ്റ് സൈഡ് വരുന്നത്. പ്രിൻ്റ് സൈഡും നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ തന്നെ എർത്ത് ഫില്ലാക്കി ചെയ്തിരിക്കുകയാണ്. എർത്ത് ഫില്ലാക്കി ചെയ്തുകൊണ്ടുള്ള നേട്ടം അറിയാമല്ലോ. ഒന്ന്, ബോർഡിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം ഹീറ്റ് ആകുന്ന ഒഴിവാക്കാം. അതായത് ഹീറ്റ് എവിടെയെങ്കിലും ആകുന്നുണ്ടെങ്കിൽ, ബോർഡ് എവിടെയെങ്കിലും ഹീറ്റ് ആകുന്നുണ്ടെങ്കിൽ ആ ബോർഡിൻ്റെ ഹോൾ ഏരിയയിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ആകുകയും ബോർഡ് നല്ല കൂടുതൽ കാലം, ദീർഘകാലം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് ഒരു മെച്ചം. പിന്നെ രണ്ടാമതുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ, എർത്ത് ഫുള്ള് ഫില്ലായി കിടക്കുന്നതുകൊണ്ട് ഒട്ടും നോയ്സ് ഉണ്ടാകത്തില്ല. സെറ്റ് ഓണാക്കി സ്പീക്കർ ലൈനും കൊടുത്ത്, സപ്ലൈയും കൊടുത്ത് സ്പീക്കർ ലൈനും കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് ഓൺ ആണെന്നേ അറിയില്ല. അത് നമ്മൾ ഓഡിയോ ചെക്ക് ചെയ്താൽ മാത്രമേ ഇതിൽ അറിയാൻ പറ്റത്തുള്ളൂ. കാരണം വെച്ചാൽ അത്രയ്ക്ക് സൈലൻ്റ് ആണ് ഈ സാധനം. ഒരു നോർമലായിട്ട്
ഇരിക്കുന്ന ടൈമിൽ തന്നെ ഒട്ടും നോയ്സ് ഇല്ല. ഈ എർത്ത് ഫില്ല് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒട്ടും നോയ്സ് ഇല്ല. സർക്യൂട്ടും നോയ്സ് ഇല്ലാത്തൊരു സർക്യൂട്ടാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ എർത്ത് ഫില്ല് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒട്ടും നോയ്സ് ഉണ്ടാകത്തില്ല. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടു കാണാം, ഇതിനകത്ത് 4 റെസിസ്റ്റൻസ് നമ്മൾ ഇങ്ങനെ ബോർഡിൻ്റെ മേളിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. അത് സംഭവം മറ്റൊന്നുമല്ല, ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. അതായത് ഈ ഡ്രൈവർ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ നിന്ന് ഓരോ സപ്ലൈയിലോട്ടും, അതായത് പോസിറ്റീവ് സപ്ലൈയിലോട്ടും ഇതുണ്ട്, നെഗറ്റീവ് സപ്ലൈയിലോട്ടും ഇതൊരു സപ്ലൈ, ഈ പ്രിൻ്റ് വേറെ സപ്ലൈ. അന്നേരം ഈ പോസിറ്റീവ് സപ്ലൈയിലോട്ടും ഈ നെഗറ്റീവ് സപ്ലൈയിലോട്ടും നമ്മളൊരു 100 ohms ഇട്ട് ലോഡ് ചെയ്തിരിക്കുക. അതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെറ്റ് സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ, അതായത് സിഗ്നൽ ഒന്നും ചെല്ലാതെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ ചെറിയ സിഗ്നൽസ് ഈ പവർ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ ചെല്ലുകയും, പവർ ട്രാൻസിസ്റ്റർ അല്ല, ഡ്രൈവർ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ ചെല്ലുകയും അത് ചെറിയ തോതിൽ പവർ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യാൻ കാരണമാവുകയും ചെയ്യും, ചെറിയ രീതിയിൽ. അന്നേരം സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രാൻസിസ്റ്റർ ചെറുതായിട്ട് ചൂടായിക്കൊണ്ടിരിക്കും. അത് അത്ര കൂടുതലായിട്ടൊന്നും അല്ലെങ്കിലും ചെറുതായിട്ടത് ഇങ്ങനെ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കും. അന്നേരം അതുകൊണ്ടുള്ള കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോർഡിൻ്റെ വർക്കിംഗ് ടൈമിൽ ആ ഹീറ്റ് കൂടും. അങ്ങനെ പ്രശ്നമുണ്ട്. അന്നേരം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊട്ടക്ഷൻ ആഡ് ചെയ്തിരിക്കുന്നതാണ് ഇത് മിക്ക സർക്യൂട്ടിലും ഉള്ളതാണ്. ഇത് നമ്മളിതിനകത്ത് ഈ സർക്യൂട്ടിനകത്ത് ഇത് കയറ്റാനായിട്ട് ഒത്തില്ല. ഇതില്ലാതെ നമ്മളൊരു സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ എന്നാ പറയുക, ചെറിയൊരു ഹീറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മളത്ര കാര്യമാക്കിയില്ല. ഇപ്പം പുതിയ ചെയ്തപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു. ഇനിയിപ്പോൾ അടുത്ത ബോർഡിൽ അപ്ഡേഷൻ വരുമ്പം ഈ റെസിസ്റ്റൻസ് കമ്പോണൻറ്റ് സൈഡിൽ തന്നെ ആവും. അതുപോലെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ബോർഡിനകത്ത്. ഇനി ബാസ് ട്രബിൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. ബാസ് ട്രബിൾ മിഡ് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ബോർഡുകൾ നമ്മൾ ഇനി പുതിയതായിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബോർഡ് ആവശ്യമുള്ള ആൾക്കാർക്ക് നമുക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്. ഇതിപ്പോൾ നമ്മൾ വേറൊരു നമ്മളൊരു കസ്റ്റമർക്ക് ഈ ബോർഡ് വെച്ചൊരു ആംപ്ലിഫയർ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ ബോർഡ് അടിച്ചിരിക്കുന്നത്. ആ ആംപ്ലിഫയർ ഫുള്ള് ചെയ്യുന്നതിൻ്റെ, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ആംപ്ലിഫയർ ഉണ്ട് നമ്മുടെ കയ്യിൽ, അത് റീവർക്കാണ്. അത് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അന്നേരം അതെല്ലാവരും കാണുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യണം. അന്നേരം ഇത്രയാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്. ഇനി ഇതിൻ്റെ ഹീറ്റ് സിങ്കിനെ കുറിച്ചും കൂടെ ഒന്ന് പറയാം. ഇതാണ് ഇതിൻ്റെ ഹീറ്റ് സിങ്ക്. നിങ്ങൾക്ക് കാണുമ്പം തോന്നും ഇതൊരു ഹീറ്റ് സിങ്ക് ചെറുതാണല്ലോ എന്ന്. സംഭവം ചെറുത് തന്നെയാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ യഥാർത്ഥ ഹീറ്റ് സിങ്ക് ഇതല്ല. നമ്മളിത് ഹീറ്റ് സിങ്ക് അടിക്കുന്ന കമ്പനിയിൽ ആവശ്യപ്പെട്ടപ്പോൾ അവർ നമുക്ക് ഇത്തവണ ഇത് തന്നു. അവർക്കെന്തോ മിസ്റ്റേക്ക് വന്നു. നമ്മൾ N35 ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. പക്ഷേ അവർ മറ്റേതൊരു മോഡൽ നമ്പറിലുള്ളതാണ് നമുക്കിപ്പോൾ തന്നിരിക്കുന്നത്. ഈ ഹീറ്റ് സിങ്ക് നമ്മൾ വളരെ കൂടുതലൊന്നും എടുത്തിട്ടില്ല, ഒരു 6 എണ്ണം എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് തീർന്നു പോകാൻ നമ്മൾ പുതിയത് ഓർഡർ ചെയ്യുകയും ചെയ്യും. പുതിയ ഹീറ്റ് സിങ്ക് വരുമ്പം ഇതിൻ്റെ നല്ല വലുപ്പമുള്ള ഹീറ്റ് സിങ്കാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ, ഈ സാധനം ഇത്രയും ട്രാൻസിസ്റ്ററും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഹീറ്റ് മാത്രമേ ഉള്ളൂ. ഒരു ഫാൻ വെച്ച് കൊടുക്കേണ്ടി വരും. എന്നാലും ഒരു നോർമൽ ഹീറ്റ് മാത്രമേ ഇതിനുള്ളൂ. അല്ലാതെ വലിയ അതിഭയങ്കര ഹീറ്റൊന്നും ആകുന്നില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആ റെസിസ്റ്റൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒട്ടും ഹീറ്റിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. ഓക്കെ, അത്രയാണ് ഇതിൻ്റെ ഈ ബോർഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. പിന്നെ ബോർഡ് കണ്ടല്ലോ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. കമ്പൗണ്ട്സ് ഒക്കെ ആണല്ലോ നമ്മൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് നമ്മൾ അടുക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഡ്രൈവർ ട്രാൻസിസ്റ്റർ ആണല്ലോ നല്ല ആംബിയർ ഉള്ളത്, നല്ല വാട്ട്സ് ഉള്ള ട്രാൻസിസ്റ്റർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ പവർ ട്രാൻസിസ്റ്റർ എല്ലാം നമ്മൾ ഒറിജിനലാണ്, തോഷിബയുടെ ഒറിജിനൽ ട്രാൻസിസ്റ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ്. പിന്നെ ബ്രിഡ്ജ് റെക്ടിഫയർ ആണെങ്കിലും നമ്മൾ നല്ലൊരു മോഡൽ നമ്പറിലുള്ളതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം ഇത് ഫാനിൻ്റെ കണക്ഷനാണ്. ഒരു TIP 41 ഉപയോഗിച്ചുള്ളൊരു സർക്യൂട്ടാണ്. ഫാനിന് നോയ്സ് ഉണ്ടാകത്തില്ല. ഇത് നമ്മൾ അഡീഷണൽ ഇതുകൊണ്ടോ ഈ 4007 ഡയോഡ് ഉപയോഗിച്ച് അഡീഷണൽ സപ്ലൈ എടുത്തിരിക്കുകയാണ്. എല്ലാവരും വിചാരിക്കും ഈ സപ്ലൈയിൽ നിന്ന് ഫാൻ വർക്ക് ചെയ്യുമ്പോൾ നോയ്സ് വരികയില്ലേ, അങ്ങനെയൊക്കെ ഒരു തോന്നൽ ഉണ്ടാകാം. പക്ഷേ അതൊന്നുമില്ല, ഒരു നോയ്സും വരത്തില്ല. നോയ്സ് ഫാൻ ഓണാണെങ്കിൽ ഫാനിൻ്റെ ആ ഒരു കറക്കത്തിൻ്റെ സൗണ്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അല്ലാതെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു സൗണ്ടും നമ്മുടെ സ്പീക്കറിൽ ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, അന്നേരം ഇത്രയാണ് ബോർഡിൻ്റെ കാര്യങ്ങൾ. ഈ ബോർഡ് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യാൻ മടിക്കണ്ട. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതുപോലുള്ള പുതിയ ബോർഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആയിരിക്കും കൂടുതലായിട്ട് ചെയ്യുന്നത്.
അന്നേരം നിങ്ങൾക്ക് ആവശ്യമുള്ള ബോർഡുകൾ നമ്മുടെ കയ്യിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് വരുന്നതാണ്. അന്നേരം ആ ബോർഡ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ കേരളത്തിൽ എവിടെയാണെങ്കിലും അയച്ചു നൽകുന്നതാണ്. ഓക്കെ, പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇത്രയും നേരം വീഡിയോ കൊണ്ടുകൊണ്ടിരുന്ന എല്ലാ നല്ല ടെക്നീഷ്യൻ സുഹൃത്തുക്കൾക്കും നന്ദി.